ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ യു പി എസ്സിൽ തന്നെ അടുത്ത ഒരു മോഡൽ നോക്കുകയാണ്. ബാക്കപ്പ് ടൈം കൂടുതൽ ലഭിക്കുന്ന യു പി എസ്. അതിന് നമുക്ക് എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്യേണ്ടി വരും. എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്യുന്ന നോർമൽ യു പി എസിന് LIUPS എന്നാണ് പറയുന്നത്, ലൈൻ ഇൻട്രാക്റ്റീവ് യു പി എസ്. നേരത്തെ ഇതിന് ഓഫ്ലൈൻ യു പി എസ് എന്നാണ് പറഞ്ഞിരുന്നത്. മൾട്ടിനാഷണൽ ബ്രാൻഡുകളെല്ലാം തന്നെ LIUPS 1 kV 2 kV റേഞ്ച് മാത്രമേ അവർ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. കാരണം എന്തെന്നാൽ ഇതിന് എഫിഷ്യൻസി വളരെ കുറവാണ്. അത് തന്നെയാണ് മെയിൻ കാരണം. ലെഗ്രാൻഡ് ന്യൂമറിക്കിൻ്റെ നോക്കാം, അല്ലെങ്കിൽ APC നോക്കാം. അവരെല്ലാം തന്നെ 1 kV അല്ലെങ്കിൽ 2 kV UPS മാത്രമേ LIUPS മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. 1 kV വരുന്നത് 12 വോൾട്ടിലാണ്, അതുപോലെ 2 kV വരുന്നത് 24 വോൾട്ടിലാണ്. ലോക്കൽ മാനുഫാക്ചേഴ്സ് ഇത് ഹയർ റേഞ്ചസ് അപ് ടു 5 kV വരെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 2 kV 24 വോൾട്ട് കൂടാതെ 3 kV 48 വോൾട്ട്, 5 kV 72 വോൾട്ട് അല്ലെങ്കിൽ 96 വോൾട്ടിലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ലോക്കൽ ബ്രാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. ലോക്കൽ ബ്രാൻഡുകളും 1 kV 2 kV റേഞ്ചുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ അവർക്ക് 3 kV കാണും, 48 വോൾട്ടിൽ അവൈലബിൾ ആണ്. 5 kV 72 വോൾട്ടിലും അവൈലബിൾ ആണ്. DC വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ എഫിഷ്യൻസി ഉള്ള പ്രോഡക്റ്റ് ലഭ്യമാവുകയുള്ളൂ. 1 kV UPSൽ 0.8 പവർ ഫാക്ടർ ലഭിക്കുകയാണെങ്കിൽ 800 വാട്ട്സ് ലോഡ് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 2 kVയിലാണെങ്കിൽ 0.8 പവർ ഫാക്ടർ എങ്കിൽ 1600 വാട്ട് ലോഡ് ചെയ്യാൻ സാധിക്കും. 3 kV 0.8 പവർ ഫാക്ടർ ഉള്ളതാണെങ്കിൽ 2400 വാട്ട് വരെ ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 5 kV 0.8 ആണെങ്കിൽ 4000 വാട്ട്സ് വരെ ലോഡ് ചെയ്യും. അതാണ് ഞാൻ 0.8 പവർ ഫാക്ടർ എന്ന് പറയാൻ കാരണം. ഇനി ഇതിന് എക്സ്റ്റേണൽ വരുന്ന ബാറ്ററി. എക്സ്റ്റേണൽ ബാറ്ററി നമുക്ക് 2 ടൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. സീൽഡ് മെയിൻ്റനൻസ് ഫ്രീയും കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ട്യൂബുലർ ബാറ്ററീസും കണക്ട് ചെയ്യാം. സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി നമുക്ക് എക്സൈഡിൻ്റെ അല്ലെങ്കിൽ ആംറോൺ അങ്ങനെയുള്ള ബ്രാൻഡുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. അത് നമുക്ക് 7AH അവൈലബിൾ ആണ്. 7, 18, 26, 28, 42, 65, 75, 100, 120, 150 റേഞ്ചുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ UPSനുള്ള ട്യൂബുലർ ബാറ്ററി എന്ന് പറയുന്നത് C10 ബാറ്ററിയാണ്. C10 ബാറ്ററി നമുക്ക് 40AH, 75AH, 100AH, 150AH ഇവ നോർമൽ അവൈലബിൾ ആണ്. അതല്ലാതെ 66AHും 80AHും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ബാറ്ററി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള 40, 75, 100, 150 തുടങ്ങിയ മോഡലുകൾ വെക്കാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരികയോ സർവീസ് വേണ്ടി വരികയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കിട്ടുവാൻ അത് സൗകര്യപ്രദമാകും. എക്സൈഡ് പോലെയുള്ള ബ്രാൻഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ EL ബാറ്ററികളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. EL ബാറ്ററി എന്ന് പറയുന്നത് 4 വർഷം 48 മന്ത്സ് റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററിയാണ്. നിങ്ങൾക്കത് ഓൺസൈറ്റ് സർവീസ് ലഭിക്കും. അതുപോലെ UPSും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഓൺസൈറ്റ് സർവീസ് കിട്ടുന്ന ബ്രാൻഡുകൾ വേണം സെലക്ട് ചെയ്യാൻ. UPSൻ്റെ കപ്പാസിറ്റി KV, ആ KV ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് ലോഡിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഹയർ കപ്പാസിറ്റി പ്രോഡക്റ്റുകളിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മുടെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഏത് കപ്പാസിറ്റി വേണം UPS എന്നുള്ളത് തീരുമാനിക്കുന്നത്. രണ്ടാമതായിട്ട് ബാറ്ററിയുടെ കാര്യം പറയാം. ബാറ്ററിയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ബാക്കപ്പ്, എത്ര ടൈം ബാക്കപ്പ് നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ ഹയർ കപ്പാസിറ്റി ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ബാക്കപ്പ് ടൈം നമുക്ക് കൂടുതൽ ലഭ്യമാണ്. അതുകൊണ്ട് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, നമ്മുടെ ലോഡ് എന്താണ്, നമ്മുടെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് UPS സെലക്ട് ചെയ്യുക, ബാക്കപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ബാറ്ററി സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ലോഡ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയാൽ മതി, എത്ര ബാറ്ററി ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഒരു ബാറ്ററി 12 വോൾട്ടാണ്. അപ്പം 12 ഇൻറ്റു എത്ര AH, 100AH ആണ്. 12 ഇൻറ്റു 100, 1200 വാട്ട്സ് ആ ബാറ്ററിയിൽ നിന്ന് മാക്സിമം നമുക്ക് ലഭിക്കും. ഫുൾ ചാർജ്ഡ് കണ്ടീഷൻ. അപ്പോൾ നമുക്കൊരു 1000 വാട്ട് എപ്പോഴും അതിൽ നിന്ന് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ശ്രമിച്ചാൽ നമുക്ക് ബാക്കപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള UPSും ബാറ്ററിയും നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യൂ, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററിയും UPSും നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.